forever, if that's what it takes, just for one day together, where we fly away and we find all our dreams woven up in the stars. And time wouldn't wait, but it wouldn't have to. Forever I'd stay right there beside you, 'cause all that I need is always wherever you are. Oh, let's get lost in a daydream. Over and over we'll fall, lost in time, never ending. Oh, 'cause I know that this is where it begins. Oh, we'll never reach the end, 'cause I know it doesn't get better than this. Let's sail away and chase the horizon. പരിശുദ്ധാത്മാവിൻ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശമീശുന്ന മോഹനഗാനമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മനസ്സിനെ സ്വർഗ്ഗത്തിലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടഭാരം ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും. സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ മകൻ അഖിലിനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യപിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമപൂർണ്ണതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും. സോളമന്റെ ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. അതാ എന്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു. എന്റെ ഓമനെ, എന്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപത്തിന്റെ സമയമായി. ദൈവമായ നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്നുകൊണ്ട് കർത്താവേ, ഈ ദാസന്റെ മേൽ കൃപയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം നടത്തുവാൻ പോകുന്ന നിന്റെ ദാസരെ വിശ്വസ്തയിലും സന്തോഷത്തിലും വാഗ്ദാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്ലീഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവർ സ്വയം സജ്ജരാകുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇവരിൽ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ വാഗ്ദാന ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങൾക്ക് കാവലും കൂട്ടും സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സഹാക്കിനെയും റബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശികളാക്കിയതുപോലെ നിന്റെ ഈ ദാസരുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ തന്നെയാണല്ലോ മനുഷ്യനെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനായി അവരെ തമ്മിൽ യോജിപ്പിച്ചതും. അതിനാൽ ഇന്ന് നടക്കുന്ന വിവാഹ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കണമേ. വാഗ്ദാനം പാലിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി ഇവരെ നയിക്കണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവിതത്തിൽ ഈ കുടുംബത്തെ മാറുന്ന കുടുംബ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ദൗത്യങ്ങളെല്ലാം മറന്ന് സ്വാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തെ നാട്ടിൽ നാളികയും ആരംഭിക്കുമ്പോൾ തീർച്ചയായും അവിടെ അധപതനം തുടങ്ങുകയാണ്. മറിച്ച് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ആര് കുടുംബജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവോ ആ കുടുംബത്തിന് അടിസ്ഥാനമുണ്ട്. കാറ്റുകളും കോളുകൾ വന്നാലും ശക്തമായ തിരമാലകൾ അടിക്കേണ്ടി വന്നാലും ആ ഭവനത്തിന് യാതൊരു ഭംഗവും വരാതെ അത് നിലനിൽക്കുമെന്നത് യാതൊരു സംശയമില്ല. അത് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. നമ്മുടെയൊക്കെ ഒരു 10-50 വർഷം മുമ്പുള്ള നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവരുടെ സ്ഥാപിച്ചിരിക്കുന്ന ഭവനം ദൈവമാകുന്ന അടിത്തറയിലായതിനാൽ ആ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്നതായ കരുത്തും ബലവും ദൈവം അവർക്ക് നൽകിക്കൊണ്ട് വേദനയായാലും സന്തോഷമായാലും സന്താപമായാലും അതെല്ലാം പരസ്പരം സഹിച്ചും സഹകരിച്ചും കൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിഞ്ഞ കാരണത്താൽ
ഒരു ആർഷഭാരത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നാം ഓരോ ദിവസവും കേൾക്കുന്ന സംഭവങ്ങളെ നമ്മളെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ എല്ലാ അടിസ്ഥാന ഘടകം അവർ സ്ഥാപിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ നാഥൻ ദൈവമല്ല എന്ന് തന്നെയാണ്. പണവും പ്രതാപവും ആഡംബരവും സൗന്ദര്യവും ഇന്ന് വേണ്ട മനുഷ്യൻ്റെ ചില സങ്കല്പങ്ങളുണ്ട്. ദൈവത്തെ മറന്നുള്ള സങ്കല്പത്താൽ ഉടലെടുക്കുന്നതായ അടിസ്ഥാനപ്പെടുന്നതായ ഭവനത്തിൻ്റെ ഫലമാണ് നിരാശ നിറഞ്ഞ കുടുംബജീവിതം ഉണ്ടാകുന്നത്. ഒരു പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളതായ ഏക കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ പാറ സർവശക്തനായ ദൈവമായിരിക്കണം. എങ്കിൽ ഇപ്പോൾ കാണുന്നതായ സൗന്ദര്യം ഈ ബ്യൂട്ടി പാർലറിൽ പോയി മിനുക്കി വന്നാൽ ആ മിനുക്കിൻ്റെ സൗന്ദര്യമൊക്കെ ഒരു കപ്പ് വെള്ളത്തേ ഉള്ളൂ. ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മിനുക്കിയ മിനുക്കുകളെല്ലാം സൗന്ദര്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. പക്ഷേ ദൈവമാകുന്ന ചൈതന്യത്തിൽ ഹൃദയത്തെ നിങ്ങൾ രൂപപ്പെടുത്തിയാൽ ഒരുക്കിയാൽ അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കത്തില്ല. ഒരു കുടം വെള്ളത്തിനല്ല, ഒരു കടലിലെ വെള്ളത്തിന് പോലും ആ സൗന്ദര്യത്തെ നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഉപദേശിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നതായ ഈ കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവമാകുന്ന ആ പാറമേൽ സഭയോട് ഒത്തുചേർന്ന് നിങ്ങൾ ജീവിതം ആരംഭിച്ചാൽ ഭയപ്പെടേണ്ട ആ കാര്യമില്ല. അതാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇതുപോലെ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകും. ഇന്ന് പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യം, പ്രലോഭനം നമ്മുടെ പുറകെ നടക്കും. പക്ഷെ അതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ ഏക വഴിയേ ഉള്ളൂ. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്. സാത്താനെ ദൂരെ പോകുമെന്ന് പറയാനുള്ളതായ ചങ്കൂറ്റം നിങ്ങൾ നേടിയെടുത്താൽ നല്ലൊരു ശോഭ നിറഞ്ഞ മാതൃ നിറഞ്ഞ കുടുംബത്തെ ഈ ലോകത്തിന് നിങ്ങൾക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവം വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ ശുശ്രൂഷയിലേക്ക് ആരംഭിക്കാം.
വിശുദ്ധനായ തോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ദൈവമേ, സുദീർഘയോഗ്യമാകുന്നു. വിശ്വാസപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധൽ വരണം. ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ കണ്ടപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇപ്പോൾ കർത്താവേ, പൂർവ്വപിതാക്കന്മാരുടെ മകനീയ ദാമ്പത്യ മാതൃകയാൽ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ തൃക്കൺപാർക്കണമേ. ഇവർ സ്വതന്ത്ര മനസ്സോടെ നിന്റെ തിരുസന്നിധിയിൽ പരസ്പരം സമ്മതം നൽകുവാൻ കൃപയേകണമേ. പരിശുദ്ധ പൗലോസും ശ്ലീഹായും വിശുദ്ധ എവൻഗേലിയോനും ഈ വിശ്വാസി സമൂഹവും ഈ നിശ്ചയത്തിന് സാക്ഷികളായി നിന്ന് ഇവരുടെ സ്വതന്ത്ര മനസ്സിനെ ബലപ്പെടുത്തണമേ. ഇവർ എന്തെന്നും പൂർണ്ണ മനസ്സോടെ ദമ്പതിമാരായി ജീവിക്കുവാൻ കൃപ ചെയ്ത് സഹായിക്കണമേ. എന്നോട് കരുണ ചെയ്യണമേ. ഇതിന്റെ കരുണപ്രകാരം പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ അറിയുന്നു, ഇത് പാപങ്ങൾ എപ്പോഴും നേരെ ഇരിക്കുന്നു. ഞാൻ ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. സാപ്പാടിന്റെ മേൽ നീ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് നിന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. നിന്റെ തിരുമുഖനെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികളിലേക്ക് തിരികുകയും ചെയ്യും. ദൈവം നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. തിരുസഭയെ വധുവാൻ മരിച്ചൊരു നാഥ, തിരുവിധമായി ഈ ദാസേവാൻ ദേവാ
രാജാവേ ദേവാ ദയ ചെയ്തിടണമേ. മനുജർക്കായി കുടുംബമൊരുക്കുന്നോനെ സ്വർഗ്ഗേന്നും ഇവരെ വാഴ്ത്തുക ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, ഈ നിൻ പ്രിയരാംദാസ തിരുമുമ്പാകെ മനസമ്മതമേ ദേവാ ദയ ചെയ്തിടണമേ. കർത്താവിൽ നമ്മുടെ മകനായ മാത്യു ഈ നിൽക്കുന്ന മരിയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? കേട്ടത്? കർത്താവിൽ നമ്മുടെ മകളായ മരിയ ഈ നിൽക്കുന്ന മാത്യുവിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? വിശുദ്ധ സഭയെ വിവാഹം നിശ്ചയം ചെയ്ത് തനിക്ക് വധുവാക്കി തീർത്ത സാക്ഷാൽ സത്യമണവാളനായ മിശിഹാ തമ്പുരാനെ അനശ്വരമായ അനുഗ്രഹവും നിത്യമായ സഹായവും ഭക്തിപരിതമായ പൂർണ്ണതയും നിന്നോട് യാചിക്കുന്ന നിന്റെ ആരാധകരായ മക്കളുടെ വിവാഹ നിശ്ചയത്തെ കൃപയോടെ നീ ആസ്വദിക്കണമേ. കർത്താവെ, മനുഷ്യ സ്നേഹത്തോടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും ഇവർ സന്തോഷിക്കുകയും ചെയ്യത്തക്കവണ്ണം സൗഭാഗ്യകാലങ്ങൾ ഇവർക്ക് നൽകണമേ. അദൃശ്യമാതിന്റെ വലുതയിൽ ആവസിപ്പിച്ച് നിന്റെ സ്ത്രീമായ ഇവരെ കാത്തുകൊള്ളുകയും ഉപദ്രവങ്ങളിൽ ഇവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആയുഷ്കാലം മുഴുവൻ ഇവർ നിനക്ക് പിതാവിനും പരിശുദ്ധനും സ്തുതി സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദിവ്യമായ സമരങ്ങൾ അവരോടുകൂടിയും സ്ത്രീകന്മാരുടെ കാര്യങ്ങൾ അവരോടുകൂടി നിന്നുള്ള കർത്താവിന്റെ ബലമുള്ളതും വിജയസമ്പൂർണമായ വലുതയും ഈ സമൂഹത്തിലും വിവാഹ സമ്മതം നൽകിയവരിലും അതിഥികളും ആതിഥേയരും ഇവിടെ സമീപമായിരിക്കുന്ന എല്ലാവരിലും ഒന്ന് ആവസിക്കുമാറാകട്ടെ.
same question every night. So just breathe. Breathe in, breathe deep. You know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. As we fall asleep, baby, you know I won't mind if we get no rest until the sunrise. Until you make me fall in love again as light shows your face. I can never be the same. I plan to love you for a long time, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release. You know that's all you need. I can't describe your eyes, but when they're looking at me, your heart, it beats and I can't seem to dream. When you're with me, baby, you know I won't mind if we get no rest until the sunrise. Until you make me fall in love again as light shows your face. I can never be the same. I plan to love you for a long time. I plan to love. Your voice will guide the wind till I can feel your touch. And I plan to love, to love, to love. Your voice will guide the wind till I can feel your touch. Let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything that we'll ever need. So take my hand, all the places we'll go. Let's run away to the great unknown, to the great unknown. Oh, let's see what this love can be. Together we are. क्या कहूँ
कुछ समझ न आए क्या करूं, कुछ समझ न आए चल पड़ूं या फिर से ठहर जाऊं, चल पड़ूं या फिर से लौट जाऊं। लगे नहीं मन ये मेरा, मन ये मेरा, लगे नहीं मन ये मेरा, मन ये मेरा, लगे नहीं मन ये मेरा मन, लगे नहीं मन।